നമസ്കാരം. മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ ഇന്നത്തെ ഒരു സിമ്പിൾ ഒഴിച്ചുകൂട്ടാനാട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു ഒഴിച്ചുകൂട്ടാൻ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഒഴിച്ചുകൂട്ടാൻ. 2 കായുണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടെന്താണ്, ഒരു കഷ്ണം ചേന, കുറച്ച് തക്കാളി, ഇത് 3ഉം വെച്ചിട്ട് വളരെ സ്വാദിഷ്ടമായ ഒരു ഒഴിച്ചുകൂട്ടാനാണ്. ഇപ്പടീന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണം ഇങ്ങനെ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ശരിക്കും കുക്കറിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒഴിച്ചുകൂട്ടാനാണ് കേട്ടോ. ആദ്യം നമുക്കിതൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിലൊരു 1/4 ഗ്ലാസ് തുവരപ്പരിപ്പ് കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി എല്ലാ കഷ്ണങ്ങളും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചേനയൊക്കെ കണ്ടോ, ഞാൻ അങ്ങനെ പൊന്ത കഷ്ണങ്ങളായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് വേവ് ഇപ്പോൾ ചേനേ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പൊണ്ണങ്കായുള്ള ഇറച്ചിക്കായാന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ടൊമാറ്റോ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടുള്ള ടൊമാറ്റോ ആയിരുന്നു. കുഞ്ഞീതാണ്, പാലക്കാട് നിന്ന് വരുമ്പോൾ കിട്ടി നല്ല ടൊമാറ്റോ. അപ്പോൾ കഴുകിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചു. നല്ല ജസ്റ്റ് ഒന്നും കൂടി കഴുകിയിട്ട് കൊടുത്തപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പുളിയൊന്നും നമ്മളിതിലേക്ക് ഒഴിക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി മതി. ഇനി കുറച്ചുകൂടെ വെള്ളം വേണം. എന്നിട്ടൊരു 3 വിസിൽ കേട്ടോ. ഇത് നന്നായിട്ട് ഉടഞ്ഞ് വേവണം. അതാണ് ഈ കൂട്ടാൻ്റെ സ്വാദ്. അപ്പം നമ്മുടെ കഷ്ണം കുക്കറിൽ അടുപ്പത്ത് കിടന്നിട്ട് വേവട്ടെ. ഞാനിതിലേക്ക് ഒരു 2 കൈപ്പിടി തേങ്ങ, അതോടൊപ്പം തന്നെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് എരിയുള്ള കാശ്മീരി മുളകാണ് കേട്ടോ. മാത്രമല്ല കളറും കിട്ടും. ഇനി ഇതിലേക്ക് നല്ലോണം ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം കേട്ടോ. ഇതാണ് ഇതിലേക്കുള്ള അരപ്പ്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പോൾ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അത് കാരണം ചെറിയൊരു മങ്ങൽ കേട്ടോ, ക്ഷമിക്കണം. ഇതിപ്പോൾ ഉണ്ടല്ലോ, ഞാനൊരു കൽച്ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു മുളകുശ്യം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, കരിവേപ്പില താത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ മുളകുശ്യമല്ല. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അങ്ങനെ ഫൈനായിട്ട് അരച്ച് വെച്ചത് ഒഴിക്കാം. കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ, എരിയില്ല. കാശ്മീരി ചില്ലിയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് കിട്ടുന്ന കാശ്മീരി ചില്ലി ചെറുതായിട്ടൊരു എരി ഉണ്ടാവും, അത് മതി. നമുക്ക് വേറൊരു സംഭവം കൂടി ഇടാണ്ട് അപ്പോൾ എരി കറക്റ്റാവും. ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പർ, ചിലപ്പോൾ 1 മണിയൊക്കെ അങ്ങനെ കിടക്കട്ടോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതെന്തായാലും ഇടണം, അവോയ്ഡ് ചെയ്യരുത്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില താത്തുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വറവും കൂടി വേണ്ട കേട്ടോ. എന്ത് എളുപ്പമാണ് നോക്കൂ. തിളച്ച് വരട്ടെ. ഇപ്പം കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചേനയൊക്കെ ഇപ്പം നന്നായിട്ട് വേവും കേട്ടോ. ഇതിങ്ങനെ ഉടഞ്ഞ് വേവണം. അതാണ് ഈ കൂട്ടാൻ്റെ ടേസ്റ്റ്. ഒഴിച്ചുകൂട്ടാൻ തന്നെയാണ്. നല്ല തൈര് അല്ലെങ്കിൽ മോരായാലും കുഴപ്പമില്ല. ഉഷാറാട്ടോ ഊണ്. കറിവേപ്പില താത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാരണം കറിവേപ്പില നല്ലോണം ഉണ്ട്. കറിവേപ്പില താത്തുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നല്ലോണം ഒരു 1.25 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇപ്പം തന്നെ ഇളക്കേണ്ട, അങ്ങനെ ഇരിക്കട്ടെ. ഇനി ജസ്റ്റ് ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര പരിപാടിയുള്ളൂ. 5 മിനിറ്റ് കൂട്ടാൻ്റെ ഒഴിച്ചുകൂട്ടാൻ്റെ റെസിപ്പിയാണത്. അറിയാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒന്നും കൂടി കുറുകും കേട്ടോ ഊണ് കഴിക്കാൻ കാലത്തേക്ക്. ഇപ്പം ഒന്ന് ഇളക്കി നോക്കാം. കണ്ടോ, ശരിക്കും ഒഴിച്ചുവിട്ടാൽ തന്നെ ഇനിയും കുറുകും കേട്ടോ. പക്ഷെ അത് വേണ്ട. കണ്ടോ, എന്നാൽ വല്ലാതെ വെള്ളം മാതിരിയല്ല, അത്യാവശ്യം കൊഴുപ്പുണ്ട്. ചോറ് വിളമ്പിയിട്ടുണ്ട്.
നമ്മുടെ ചേനയും കായും കൂട്ടാൻ. എന്ത് പേര് വേണമെങ്കിൽ ഇടാം. നല്ലോണം വിളമ്പി കൊടുക്കാം. ഇനി വഴുതിനങ്ങയും പയറും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. മെഴുക്ക് വരട്ടി. അപ്പോൾ ഒരു ചെറിയ ലഞ്ച് മെനു ആയില്ലേ. ഇനി തൈര് കൂട്ടാം. ഈ കൂട്ടാൻ തൈര് ശരിക്കും നല്ല ടേസ്റ്റാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാതിരി ചെയ്യാൻ. ഞാൻ കുറച്ച് കഷ്ണം കൂടി എടുക്കട്ടെ കേട്ടോ. ചേനയും കായൊക്കെ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉരുട്ടാം. നല്ല ചൂടുണ്ട് കേട്ടോ. ചേനയൊക്കെ കണ്ടോ നമ്മൾ വെണ്ണയ്യ മാതിരി വേവുക പറയില്ലേ, അങ്ങനെ വെന്തിട്ടുണ്ട്. പിന്നെ പടച്ചിക്കായാണുള്ളത്, അത് പറയണ്ടല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഉപ്പേരി എടുത്തു. എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ എന്ത് എളുപ്പമല്ലേ ഈ ഒഴിച്ചുകൂട്ടാൻ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് തൈരും കൂടി കൂട്ടിയാൽ ഉഷാറ് കേട്ടോ ഊണ്. ഇതിൻ്റെ ഒപ്പം തൈര് നല്ല കോമ്പിനേഷനാണ്. തൈരോ മോരോ എന്തെങ്കിലും മതി. ഒരു കൊണ്ടാട്ടമുളക് കൊണ്ടാട്ടമൊക്കെ ഉണ്ടെങ്കിൽ പറയും വേണ്ട. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കിട്ടുമ്പോഴാണ് നമുക്കൊരു ഇവരുണ്ടാക്കി നോക്കിയല്ലോ അങ്ങനെ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. മാത്രമല്ല എളുപ്പമല്ലേ. മറ്റൊരു പുതിയ വീഡിയോ നാളെ കാണാം. അതുവരേക്ക് ബൈ.